ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്രാഫ്റ്റ് വേൾഡിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരു സീഡ് വെച്ച് നമ്മൾ എവിടെയോ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന ഇവിടെ അടുത്തായിട്ടെങ്ങാണ്ടൊരു വില്ലേജ് ഉണ്ടെന്ന്. ആ വില്ലേജ് ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഗായ്സ്. അടുത്തെങ്ങാണ്ടായിട്ട് തന്നെ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വില്ലേജ്. നമുക്ക് ഫസ്റ്റ് തന്നെ പോയി കുറച്ച് മരം വെട്ടാം. മരം വെട്ടിയിട്ടല്ല നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഈ മരം വെട്ടാൻ ഒരു സാധനമില്ല, കൈ കൊണ്ടങ്ങ് വെട്ടാം. നമുക്ക് ഒരു 6 എണ്ണം വെട്ടാം ഇപ്പോഴത്തേക്ക്. അല്ല ഒരു മരം വെട്ടാം. ഒരു മരത്തിൽ 5 എണ്ണം കാണും. അല്ല 6 എണ്ണം ഉണ്ട് ഈ മരത്തിൽ. 7 എണ്ണം ഉണ്ടോ? സാധാ മരത്തിലൊക്കെ 6 എണ്ണം ഒക്കെ കാണത്തുള്ളൂ, 5 എണ്ണം 6 എണ്ണം ഒക്കെ കാണത്തുള്ളൂ. ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഇതുണ്ട്, ഇതുകൊണ്ട് നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് നമ്മൾ ഇതുവരെ 32 ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കി. അതിൽ നമുക്ക് 4 എണ്ണം അങ്ങോട്ട് എടുത്ത് വെക്കണം. ആ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി, ബാക്കിയെല്ലാം നമുക്ക് എടുത്തു വെച്ചേക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ഇനി നമുക്ക് തടിയും കൊണ്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്കും ഓക്ക് പ്ലാങ്ക്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആയുധങ്ങൾ എടുക്കണം. ആയുധങ്ങളൊക്കെ നമ്മളിനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് നോക്കുമ്പോൾ ഇതാണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം, പിന്നെ നമുക്കൊരു സോഡും ഉണ്ടാക്കാം. ഇനി നമുക്കിതങ്ങ് പൊളിച്ചെടുത്തേക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ പൊളിച്ച് ഇനി നമുക്ക് നേരെ ഒരു ബെഡ് ഉണ്ടാക്കണം. ബെഡിന് നമുക്ക് വൈറ്റ് കളർ ബെഡ് ഉണ്ടാക്കാം. ഇവിടെ ഒരുപാട് വില്ലേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളർ ബെഡിന് നമുക്ക് വൈറ്റ് ആടിനെ കൊല്ലണം. അയ്യോ, അവിടെ അവിടെ ഒരു ഷെൽട്ടർ പോലെ. ആ മുകളിൽ കണ്ടോ ഒരു മഞ്ഞയും വെള്ളയും കൂടെ, അത് പൂളായി. അത് മതി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാൻ. ഒരു ആടിനെ കൊല്ലേണ്ടി വന്നില്ല, നമുക്ക് വൂള് കിട്ടി. 3 വൂള് വേണം. 3 വൂളും 3 തടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതാവും. അയ്യോ, എന്താ അത്? അതുകൊണ്ട് മഞ്ഞ വൂളിൻ്റെ മുകളിൽ തങ്ങിക്കുന്നു, നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതുകൊണ്ട് ബെഡ് ഉണ്ടാക്കാം. അതിന് നമുക്ക് ഇങ്ങോട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ബെഡ് അതാണ്ട വൈറ്റ് ബെഡ് നമ്മളുണ്ടാക്കി. ഇനി നമുക്ക് കിടന്നുറങ്ങാം. ഇപ്പോഴല്ല നമ്മൾ കിടന്നുറങ്ങുന്ന രാത്രിയിൽ. ഇതിനകത്ത് രാത്രി മാത്രമേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി നമുക്ക് ഇവിടെ അങ്ങാണ് സ്റ്റോൺ പൊട്ടിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ വീണാൽ ഈ ദേഷ്യമുള്ളൊരു കാര്യമില്ല. നമുക്ക് ഇവിടുത്തെ ഡേർട്ടങ്ങ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കയറി ഇനി ഒരു ടണൽ കണ്ടുപിടിച്ചെടുക്കണം. ടണല് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് നോക്കിയപ്പോൾ ഈ വില്ലേജറിൻ്റെ അതുകൊണ്ട് അത് ടണല് എന്ന് പറഞ്ഞില്ലേ. ഇവിടുന്ന് നമുക്കിനി ഈ പിക്കേക്സ് കൊണ്ട് കുറച്ച് സ്റ്റോൺ വെട്ടിയെടുക്കാം. ഇവിടെ കോളൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റോൺ വേണം. സ്റ്റോൺ കൊണ്ടല്ലേ ഇനി നമ്മുടെ പണി നടക്കാൻ വന്നേ. ഒരുപാട് സ്റ്റോൺ വേണം. ഇനി നമുക്ക് സ്റ്റോൺ കൊണ്ട് ആക്സും പിക്കേക്സും എല്ലാം ഉണ്ടാക്കണം. പിന്നെ നമുക്ക് സ്റ്റോൺ കൊണ്ട് ഫർണസ് ഉണ്ടാക്കണം. എന്നിട്ട് ഓരോ ജീവികളെ കൊന്നിട്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഫർണസിനകത്ത് ഇടണം. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതായിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് വെക്കാം. ഈ സ്റ്റിക്ക് 3 എണ്ണം ഉണ്ട്, നമ്മുടെ ഈ കല്ലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ
നമ്മുടെ ഇപ്പോൾ സ്റ്റിക്ക് തടിയുണ്ടോ? ഇല്ല, തടിയില്ല. അപ്പോൾ നമുക്ക് തടി വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള ആക്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതുകൊണ്ട് അവിടെ കുറച്ച് കോളുണ്ട്. ആ കോള് പോയി വെട്ടിയെടുക്കുന്നതുകൊണ്ട് അവിടെ റോയനും ഉണ്ട്. ഓ, കോളടിച്ച്. അല്ല, നമ്മുടെ ഈ ഓക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ല. ഓ, താഴെ വീണ്. നമുക്ക് ഈ സ്റ്റോണെല്ലാം പൊട്ടിച്ച് കയറണം. നമ്മുടെ ഈ ഓക്ക് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ റോയൻ പൊട്ടിച്ചെടുക്കാം. ഇത് കളക്റ്റായി. നമുക്ക് ഈ കോള് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കോള് മതി തൽക്കാലത്തേക്ക്. ഇവിടെ എല്ലാം കോളുണ്ട്. നമുക്ക് അധികമൊന്നും വേണ്ട ഇപ്പോഴത്തേക്ക്. കുഴി നമുക്ക് ഇതുകൊണ്ട് അവിടെയും കൂടെ കുറച്ച് റോയാനുണ്ട്. അതും കൂടെ ചെത്തി അങ്ങെടുത്തേക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ റോയാൻ കിട്ടിയല്ലോ. പൊളിച്ച്. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. കാണാവോ? നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം മുകളിൽ കയറിയിട്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ഈ സ്റ്റോൺ പിക്കേക്സ് ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് ഇപ്പം തന്നെ ഓടിപ്പോയി ഫർണസ് ഉണ്ടാക്കാം. ഫർണസിനകത്ത് നമുക്ക് പെട്ടെന്ന് റോയാനും കൂടി ഇടാം. ഇട്ട് നമുക്കിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത്? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഇതാണ്ട, ഒരു ഫർണസ് കിട്ടി. അങ്ങനെ നമ്മൾ ഫർണസിനകത്തോട്ട് റോയനും 10 ഓക്കൂട്ട് കിട്ടും. അയൺ ഇങ്ങോട്ട് കിട്ടും. ആ ടൈമിൽ നമുക്ക് അവിടെ ഈ വുഡൻ ആക്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് കിട്ടും. നമ്മുടെ ഈ നമ്മുടെ ഇതിൻ്റെ സ്റ്റോണിൻ്റെ ആക്സ് ഇല്ല, അത് നമുക്കിനി ഉണ്ടാക്കാം. നമ്മുടെ ഇത് തുടക്കമല്ലേ, എത്തിയതല്ലേ ഉള്ളൂ. എത്തിയിട്ട് ഒരു ദിവസം പോലും ആയില്ല. ഇപ്പോഴേക്കും നമ്മൾ ഇത്രയും ചെയ്ത് വന്നില്ലേ. ഇതെല്ലാം കണ്ട് എളുപ്പമാണ്. നമ്മൾ കൈ കൊണ്ട് വെട്ടുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങോട്ടെ. നമ്മൾ കളക്റ്റ് ആയിട്ടുണ്ട്. അയൺ ഇൻഗോട്ട് റെഡിയായി. നമ്മുടെ തടി ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടണം. നമുക്കത് ഓക്കാക്കണം. അതുകൊണ്ട് ഇപ്പോൾ 28 ഓക്ക് കിട്ടി. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഈ കല്ലുണ്ട് 9 എണ്ണം. നമ്മുടെ ഈ സ്റ്റിക്ക് 9 എണ്ണം ഉണ്ട്, കല്ല് 9 എണ്ണം ഉണ്ട്. ഒരു ആക്സ് ഉണ്ടാക്കാം. ഇനി ആക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലാമ്പ് വേണം. ഞാൻ 24 ലാമ്പ് ഉണ്ടാക്കി. അത് തന്നെ ഒരു നല്ല കാര്യം. നമ്മുടെ ഈ എത്ര ഇങ്ങോട്ടായി, ഫുള്ളായി. ഇനി നമുക്ക് അതുകൊണ്ട് ഓരോ സാധനം ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഈ സ്റ്റിക്കില്ല, നമുക്ക് ഒരു 8 സ്റ്റിക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയുധങ്ങളിൽ ഒരാക്സ്, പിന്നെ ഒരു പിക്കാക്സിൻ്റെ കൈയുണ്ട പിക്കാക്സ് ആക്സും കിട്ടി. ഒരു സോഡ് ഉണ്ടാക്കാം. നമുക്ക് ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. അയ്യോ, രാത്രിയായി. നമ്മൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. വീട്ടിലോട്ട് കയറി ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് രാവിലെ വന്നെടുക്കാം. ഇങ്ങനെ നടക്കാൻ ശരി. അപ്പുറത്തെ ഒരു വില്ലേജർ കിടപ്പുണ്ട്. വില്ലേജറിൻ്റെ ഒക്കെ കിടക്കേണ്ടി വന്നില്ല. നമ്മുടെ ആ ബെഡ് നമുക്ക് എടുത്തേക്കാം. നമ്മളിവിടെ അല്ലല്ലോ നമ്മുടെ താമസം. നമുക്ക് ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഇതുവരെ ചത്ത് കാണത്തില്ല കേട്ടോ മൊത്തം. അതിപ്പോൾ കത്തി പതുക്കെ ചാവത്തേ ഉള്ളൂ.
പിക്കേക്സ് കൊണ്ടെല്ലാം പൊളിച്ചെടുത്തേക്കാം. നമുക്ക് ഇപ്പോൾ കുറേ തടി വെട്ടിയിട്ട് നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. നമുക്ക് താമസിക്കാം. നമ്മളിപ്പോഴേ വീട് പണിയുന്നില്ലല്ലോ. നമുക്ക് നമുക്ക് ആക്സ് എടുക്കാം. നമ്മുടെ ഈ സ്റ്റോൺ ആക്സ് ഉണ്ട്. ഇതാണ്ട് ഇവിടെ സ്റ്റോൺ ആക്സ്. ഇതാണ്ട ഗോലെണ്ണൻ. ഈ അയൺ ഗോലം ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ രക്ഷിക്കും. സോംബികളെയൊക്കെ അടിച്ചോടിക്കും. നമുക്ക് ഒരുപാട് തടി വെട്ടാം. തടി ഒരുപാട് ആവശ്യമുണ്ട്. തടി കൊണ്ട് നമ്മളിനി മൊത്തം ചെയ്യാൻ പോന്നേ. നമുക്ക് ഒരുപാട് തടി വേണം. നമുക്ക് ഇപ്പോഴത്തേക്കൊരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള തടി നമുക്ക് ഇത്രയും തടി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഓടിപ്പോയി ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ കയ്യിലുണ്ടോ? നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കുന്ന അവിടെ ആയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങെടുത്ത് വെക്കാം. നമ്മൾ എവിടെ ആയിട്ട് ഷെൽട്ടർ ഉണ്ടാക്കും? നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ആയിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇതിടാൻ പറ്റുന്നത്ര ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പം ആവശ്യത്തിനുണ്ട്. നമുക്കൊരു ചെറിയ ഷെൽട്ടർ മതി. ഫർണസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ചെറിയൊരു ഷെൽട്ടർ. വില്ലേജറൊക്കെ പോകുന്നുണ്ട്. ഞാനെന്തോ കാണിക്കുന്നത് നോക്കുമായിരിക്കും. ഇത് അത്യാവശ്യം ചെറുതാണ്. നമ്മളിതല്ലല്ലോ നമ്മുടെ വീട്. നമ്മൾ വീട് പണിയുമ്പോൾ വരെ താമസിക്കണ്ടേ? നമുക്ക് എപ്പോഴും എല്ലാ വില്ലേജറിൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും. ഒരു ദിവസം പെട്ടെന്നങ്ങ് രാത്രിയാവും. രാത്രിയാണ് ഞാനങ്ങ് കയറി കിടന്നത്. പിന്നെ ഇനി നമുക്ക് ജീവികളെ കൊല്ലണം. നമുക്ക് ഫുഡ് വേണ്ടേ? ഇവിടെ ഫർണസിൽ ചവിട്ടി മുകളിൽ കയറാം. ഫർണസ് അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇഷ്ടപ്പെടാത്ത ഇങ്ങോട്ടൊരു വൂള് വെച്ചിട്ട് മുകളിലോട്ട് കയറാം. ഇപ്പം തീരും. അതുകൊണ്ട് ആ വില്ലേജർ എന്നെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഷെൽട്ടർ ഇനി മുകളിലും കൂടി ഇത് വെച്ചെടുത്താൽ മതി. തടി നമ്മുടെ ഈ തീർന്നില്ല. 20 ഉണ്ട്. അവിടെ ഒരുപാട് തടിയില്ല. നമുക്ക് അങ്ങോട്ട് വെട്ടിയുണ്ടാകും. അയ്യോ, ലാമ്പൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ്ട് എൻ്റെ ഷെൽട്ടർ. ഇതാ. നമുക്ക് ഇങ്ങോട്ടൊരു ബെഡും പിന്നെ ഇവിടെ ആയിട്ടൊരു ഫർണസ് വേണം. ഫർണസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ഫർണസും വിളിച്ചേക്കാം. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ഡോർ ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യണ്ടേ. അപ്പോൾ അതിനൊരു ഡോറ് വേണം. 3 എണ്ണം ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കി. നമുക്ക് അതി ഒരെണ്ണം മതി. ഇതേ പിക്കാക്സ് ഉണ്ട്. പെട്ടെന്ന് വിളിച്ചിട്ട് ലാഗ്സ് ഉണ്ടല്ലോ. പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല. ആക്സ് ഉണ്ട്. വെളിയിറങ്ങി ഡോറും വെച്ച്. ഇനി നമുക്ക് വില്ലേജറിൻ്റെ സ്ഥലമൊന്നും വേണ്ട. നമ്മുടെ സ്വന്തം വീട്ടുണ്ട്. ഇനിയും പോയി നമുക്ക് കുറച്ച് തടി വെട്ടാം. അതുകൊണ്ട് ഈ കെട്ട് കണ്ടോ? മഞ്ഞക്കെട്ട്. ഇതും വീറ്റാ. നമുക്കിതിങ്ങനെ പൊളിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വീറ്റാക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരുപാട് ഇങ്ങനെ വെട്ടാം.
നമുക്കിപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി നമുക്കൊരു ഇതാക്കണം, ക്രാഫ്റ്റ് ചെയ്ത് ഓക്ക് പ്ലാങ്ക്സ് ആക്കണം. ചെയ്തിട്ട് അപ്പോൾ ഗായ്സ് നമ്മൾ 45 ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒരുപാട് നീട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു വീട് പണിയാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.